Hi everyone. So today's video is going to be my 30 days challenge. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ 30 ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടാണ്. സോ ആക്ച്വലി ഞാൻ 30+2 ഡേയ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ ലോങ്ങർ പ്ലാൻ. പക്ഷേ ഞാനൊരു 1 മന്ത് ബൈ മന്തായിട്ട് ഐ വർക്ക് ഓൺ മൈ സെൽഫ് എന്നുള്ള രീതിയിലാണ് ഞാനിത് മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഐ വോണ്ട് ബി ലൈക്ക് ഐ വോണ്ട് ദിസ് ഈസ് നോട്ട് സംതിങ് ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഐ എം സോറി ഐ കൺഫ്യൂസ് ദ വേർഡ്. എന്താ പറയുക, പെട്ടെന്ന് ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു മിറാക്കുലസ് അങ്ങനത്തെ ഒരു പരിപാടിയുടെ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ദിസ് ഈസ് മെയിൻലി ഐ എം ഡൂയിങ് ടു ഹാവ് എ നോർമൽ ഹെൽത്തിയർ പീസ്ഫുൾ ഡേ. സോ ഈ ഒരു 30 ഡേ അല്ലെങ്കിൽ ഒരു മന്ത് ബൈ മന്ത് ചലഞ്ചിൻ്റെ പുറകിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ബിഗ് ഗോൾ ഓറിയൻറ്റഡ് അല്ല. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ടു ഹാവ് എ വെരി നോർമൽ ബ്യൂട്ടിഫുൾ പീസ്ഫുൾ ഡേ ആൻഡ് ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനും അങ്ങനെ ഒരു നല്ല സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ 30 ഡേയ്സ് ചലഞ്ചാണ്. സോ ഐ എം പ്ലാനിങ് ദിസ് ചലഞ്ച് ടിൽ നെക്സ്റ്റ് ഇയർ മെയ് 2027. സോ പ്രൈമറി റീസൺ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഓവർ വെയ്റ്റ് ആണ്. സോ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, ലൈഫിൽ കുറച്ചുകൂടി ഡിസിപ്ലിൻ, ഫോക്കസ്, ഹെൽത്തി സ്കിൻ, ഹെൽത്തി ഹെയർ, ഇതൊക്കെ ഒന്ന് വരാനും ഒരു കംപ്ലീറ്റ് റിജുവനേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു 30 ഡേയ്സ് ചലഞ്ച് ചെയ്യുന്നത്. സോ നിങ്ങളും എൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്ലീസ് ജോയിൻ മീ. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് മന്ത് ഓഫ് കംപ്ലീറ്റിംഗ് ദിസ് ചാലഞ്ച്. ഞാനിത് തുടക്കത്തിൽ ചെയ്യാമെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഉറപ്പുണ്ടായില്ല ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന്. ബട്ട് ഹിയർ ഐ എം ടുഡേ കംപ്ലീറ്റഡ് ഇറ്റ് ആൻഡ് ഹാപ്പി വേർഷൻ. കാരണം എനിക്കൊരു മാസം മുന്നേ ഐ വാസ് വെരി പത്തറ്റിക് സത്യം പറഞ്ഞാൽ. ബട്ട് ടുഡേ ഐ എം ഫീലിംഗ് സോ ഗുഡ്, lot better than before. So if you're watching this and if you want to feel better in the coming days, take little effort. അപ്പം എൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ അത്ര ഹാർഡായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. വളരെ ലൈറ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. സോ ഐ ഡിസ്കസ് ഓൾ ദാറ്റ് വൺ ബൈ വൺ. ഓക്കെ. സോ ഞാൻ പറഞ്ഞില്ലേ, പ്രൈമറി റീസൺ ഫുഡാണ്. ബിക്കോസ് മൈ ഗട്ട് ഹെൽത്ത് കൊളായി കിടക്കുമായിരുന്നു. സോ ഗട്ട് ഹെൽത്ത് കൊളായി കിടന്നാൽ തന്നെ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ഇൻ ദ ബോഡിയാണ്. സോ അതിൻ്റെ അവസ്ഥ മോശമായാൽ തന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് ലൈഫ് ഭയങ്കര ഡിസോർഡർ ആക്കും ആൻഡ് നമുക്ക് ഒരുപാട് സമാധാനം നഷ്ടപ്പെടും. സോ ഗട്ട് ഹെൽത്ത് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്രൈമറി എയിം. സോ ഞാൻ ആദ്യം ഈ ഗട്ട് ഹെൽത്തിന് ഇഷ്യൂ വന്നപ്പം ഞാനൊരു ഡോക്ടറെ കാണിച്ചു. അപ്പം അലോപ്പതി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു 1 മന്തിലേക്ക് മെഡിസിൻ എഴുതി, ഇൻക്ലൂഡിങ് പ്രോബയോട്ടിക്. അപ്പം ഞാൻ ആ മെഡിസിൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ ഐ വാസ് ഫീലിംഗ് വേ ബെറ്റർ. പക്ഷെ ഞാൻ ആ 1 മന്തിന് ശേഷം ആ മെഡിസിൻ കഴിഞ്ഞപ്പം എനിക്ക് വീണ്ടും എൻ്റെ ഗട്ട് ഹെൽത്ത് കൊളായി, വീണ്ടും അത് മോശമായി തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ വേണം, റൈറ്റ്? സോ അങ്ങനെയാണ് ഞാൻ ഇതിനെ കുറച്ചുകൂടി ഇത് എങ്ങനെ ശരിയാക്കി എടുക്കാമെന്നുള്ളതിൽ നിന്നാണ് ഞാൻ ഈ കംപ്ലീറ്റ് പ്ലാൻ ഉണ്ടാക്കിയത്. സോ ദിസ് പ്ലാൻ ഈസ് ലൈക്ക് മോർ ഓഫ് നാച്ചുറൽ ആയുർവേദിക് ബേസ്ഡ്. സോ അതിന് ശേഷം ഞാനൊരു ആയുർവേദിക് ഫിസിഷ്യനെ പെട്ടെന്നൊരു ദിവസം തോന്നി ഒരു ആയുർവേദിക് ഫിസിഷ്യനെ കാണിച്ചാൽ എന്താ. സോ അങ്ങനെ ഞാനൊരു ആയുർവേദിക് ഫിസിഷ്യനെ കാണിച്ചു. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്ലീസ് ഹെൽപ്പ് മീ. അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ, ഇതിന് മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ, അവിടെ വന്നിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അവിടെ താമസിച്ചുകൊണ്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പം വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല, പക്ഷേ ഇൻ ഫ്യൂച്ചർ ഐ വിൽ ഡെഫിനറ്റ്ലി കം. ഇൻ ദ മീൻ വൈൽ
അത് വരയ്ക്കും എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞു, ഓക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വരെ യു ഹാവ് ടു ഡു ഓൾ ദീസ് തിങ്സ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ആദ്യം പറഞ്ഞത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അപ്പം എനിക്കൊരു കറക്റ്റായിട്ട് 3 നേരം ഫുഡ് കഴിക്കാൻ, ഈ 3 നേരം ഫുഡ് കഴിക്കുന്നത് ഡിന്നർ ഒരു സൺസെറ്റ് സൺസെറ്റ് ആവുന്നേരം ഡിന്നർ കഴിക്കണം. സോ 6:30 7 മാക്സിമം നമ്മൾ ഡിന്നർ കഴിച്ചിരിക്കണം. നമ്മളൊരു 3 liters ഓഫ് വാട്ടർ എവറി ഡേ മെഷർ ചെയ്തിട്ട് തന്നെ കുടിച്ചിരിക്കണം. എല്ലാ ദിവസവും ഒരു 8 to 9 hours ഓഫ് സ്ലീപ്പ്. കാരണം എനിക്കൊരു 9 hours ഓഫ് സ്ലീപ്പൊക്കെ വേണം, എന്നാലേ എനിക്കൊരു രാവിലെ എഴുന്നേറ്റുള്ളൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ പോലെ തോന്നുള്ളൂ. സോ ഇഫ് ഇറ്റ് ഈസ് 5 hours ഫോർ യു, ദാറ്റ് ഈസ് റിയലി ഗുഡ്. അപ്പം എത്രയാണോ യുവർ ബോഡി റിക്വയർ സ്ലീപ്പ്, അത് ഡെഫിനറ്റ്ലി ഓൺ ടൈം ചെയ്തിരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഐ വിൽ കറക്റ്റ് ഓൾ ദീസ് തിങ്സ്. സോ ഞാൻ ഡോക്ടറെ എപ്പോഴും മെസ്സേജ് അയക്കും, ലൈക്ക് ഐ ആം ഫോളോയിങ് ദിസ്. ഒരു വീക്ക്ലി ഒക്കെ ഞാനിങ്ങനെ മെസ്സേജ് അയക്കും, ഐ ആം ഫോളോയിങ് ദിസ്. അലോങ് വിത്ത് ഡോക്ടർ എനിക്ക് മെഡിക്കേഷൻ എഴുതി, എല്ലാ ഭക്ഷണത്തിന് മുന്നേ ഒരു ആയുർവേദിക് മെഡിസിൻ, പിന്നെ ഒരു ചൂർണം ഒരു ത്രൂ ഔട്ട് ഡേ 9 to 6 കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ രാത്രി ഒരു ലേഹ്യവും വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് കുടിക്കാനും വേണ്ടിയിട്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാൻ എന്തെങ്കിലും ഒരു ഫാറ്റ് കഴിച്ചിരിക്കണം, ലൈക്ക് ഗീ, ലൈക്ക് ബട്ടർ, അങ്ങനെ എന്തെങ്കിലും നല്ലൊരു ഗുഡ് ഫാറ്റ് ഞാൻ കഴിച്ചിരിക്കണം. സോ ഈ കറക്ഷൻസ് ആണ് ഡോക്ടർ മേജർലി പറഞ്ഞത്. സോ ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് ലിറ്റിൽ ബട്ടർ ഓർ ഗീ. അതൊന്നുമില്ലെങ്കിൽ ഞാനൊരു ലൂക്ക് വാം വാട്ടറിൽ ചൂടാക്കിയിട്ട് ഞാനത് കുടിക്കും. ഡോക്ടർ പറഞ്ഞു ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് യു ഷുഡ് ഹാവ് സം ഫാറ്റ്. ഇവിടെയൊക്കെ കുറച്ച് ഫാറ്റ് ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റേതായിട്ടൊരു ലൂക്ക് വാം വാട്ടറിൽ കുറച്ച് ജീരകവും കുറച്ച് അജ്വൈനും കുറച്ച് അങ്ങനത്തെ കുറച്ച് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അജ്വൈൻ, ക്യൂമിൻ, ഫെനൽ, ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് ലൂക്ക് വാം വാട്ടർ ഞാൻ കുടിക്കും. ദെൻ ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ഞാൻ രാവിലെ മിക്കവാറും വല്ല എഗ്സൊക്കെ, അപ്പോൾ എൻ്റെ ബോഡിയിൽ കുറച്ചധികം ഫൈബറും പ്രോട്ടീനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പ്രോട്ടീൻ റിച്ച്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് എന്താണോ ആവശ്യം അങ്ങനത്തെ ഫുഡേ കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ളത് എന്തായാലും കഴിച്ചിരിക്കണം, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. ദാറ്റ് ഈസ് എ മസ്റ്റ്. ആൻഡ് ലഞ്ച് ഞാൻ ഉച്ചയ്ക്ക് വല്ല സാലഡ്സോ, ബേസിക്കലി ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ വെജിറ്റേറിയൻ കഴിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ബോഡിയിൽ ഇപ്പം പ്രോട്ടീൻ്റെ ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ നോൺ വെജ് കഴിക്കാൻ വലിയ ക്രേവിംഗ് ഒന്നും അങ്ങനെ വരാറില്ല. ബട്ട് ഐ ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ലൈക്ക് ഫോർ ദ ബോഡി. അപ്പോൾ ഞാൻ ഇതിൽ പ്രോട്ടീൻ അങ്ങനെ എന്തെങ്കിലും എഗ്സാണ് മെയിനായിട്ട്. ഉച്ചയ്ക്ക് അങ്ങനെ എന്തെങ്കിലും എഗ് സാലഡോ കുറച്ചധികം വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സോട്ടേഡ് വെജിറ്റബിൾസും എഗ്സ്, ചിക്കൻ, ലിറ്റിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ഈവനിങ് ഒരു 6:30 ആവുന്നേരം ഞാൻ 2 ചപ്പാത്തിയോ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ഐ ഹാവ്. സോ ഇതാണ് ഇപ്പം ഫോളോ ചെയ്തുകൊണ്ടിരുന്ന റുട്ടീൻ. ആൻഡ് ഇതിപ്പോൾ ഞാനൊരു മാസമായിട്ട് ഞാൻ ഫിനിഷ് ചെയ്തത് ഇങ്ങനെ ചെയ്തിട്ട്. പ്ലസ് ഞാനൊരു ദിവസം ഒരു 1 hour 2 hour ഞാൻ വാക്ക് ചെയ്യും. ആൻഡ് ഐ ഓൾസോ ഡു എക്സസൈസ്. ഞാനൊരു വീക്കിലി 3 or 4 times ഞാൻ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യും. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ എം ഫീലിംഗ് സോ ബെറ്റർ ടുഡേ. കാരണം എനിക്ക് ഭയങ്കര എനർജി ലോസ് ആയിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കങ്ങ് ഉറക്കം വരുമായിരുന്നു. ഇപ്പം ഒരു മാസത്തിന് ശേഷം ഐ എം ഫീലിംഗ് വേ മച്ച് ബെറ്റർ. അപ്പം ഉറക്കം എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ടയേർഡായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എവിടെ പോയാലും ഞാൻ ഭയങ്കര ലതാജിക്, ഭയങ്കര ലോ എനർജി, പിന്നെ ഈ ആഫ്റ്റർനൂൺ സ്ലീപ്പിൻ്റെ പ്രോബ്ലം, അങ്ങനത്തെയൊക്കെ കുറേ പ്രോബ്ലങ്ങളുണ്ടായി. പക്ഷേ ടുഡേ ഐ എം ഫീലിംഗ് സോ മച്ച് ബെറ്റർ. ഒത്തിരി എനർജിയിൽ എനിക്ക് വ്യത്യാസമുണ്ട്, ഒത്തിരി ഫോക്കസ്ഡ് ആണ്, ഒത്തിരി ക്ലിയർ ആണ്. ആൻഡ് ഈ ഒരു വ്യത്യാസം ആക്ച്വലി എനിക്ക് മോട്ടിവേഷനാണ് ഫോർ ദ നെക്സ്റ്റ് മന്ത് ടു കംപ്ലീറ്റ് ആക്ച്വലി. സോ ഐ എം ഫീലിംഗ് റിയലി ഗുഡ് ടുഡേ. പിന്നെ അതർ തിങ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഐ സ്റ്റാർട്ടഡ് മെഡിറ്റേറ്റിംഗ്. അപ്പം മെഡിറ്റേഷൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം സാധാരണ
ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, if you want me to do a video, I'll do that separately. So that would be better, how I do a meditation or how I say എന്നുള്ള രീതിയിൽ. പക്ഷേ ഐ സ്റ്റാർട്ടഡ് മൈ മെഡിറ്റേഷൻ എവറി ഡേ. കുറച്ച് കാലമായിട്ട് ഞാൻ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാറുണ്ടായില്ല, ബട്ട് ഐ സ്റ്റാർട്ടഡ് ഇറ്റ് റൈറ്റ് നൗ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് prayers in my life. So I started praying using mantras. So എൻ്റെ actually my view towards mantras and meditation is a little not different, I think. എന്താ ഞാൻ പറയാതിന്, ഓക്കെ, അതൊരു വേറെ സബ്ജക്റ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ ദാറ്റ്. Let's not go there. So I started including prayers in my life. I started including meditation. So I also started writing journals every day. So journaling എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചൊരു ബുക്കിൽ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് എവറി ഡേ, ലൈക്ക് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, ഡിഡ് ഐ ഡു മൈ മെഡിറ്റേഷൻ, ഡിഡ് ഐ ഡു മൈ മന്ത്രാസ് ടുഡേ. എല്ലാ ദിവസവും ഞാൻ നോട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. പ്ലസ് ഞാൻ അന്ന് ചെയ്തൊരു നല്ല കാര്യമോ ഓർ എനിക്ക് അന്ന് ഉണ്ടായിട്ടുള്ള ഒരു നല്ല കാര്യമോ അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റോ സംതിങ് ഐ സ്റ്റാർട്ടഡ് നോട്ടിങ് ഡൗൺ. എന്താണെങ്കിലും ഒരു നമ്മൾ ചെയ്തൊരു നല്ല കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായൊരു നല്ല കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ആയിട്ടുള്ളൊരു നല്ല കാര്യമായിരിക്കാം, സംതിങ് യു കോൾ ഇറ്റ് പോസിറ്റീവ്. അത് ഐ സ്റ്റാർട്ടഡ് നോട്ടിങ് ഡൗൺ. അപ്പം ജേർണലിങ്ങും എനിക്ക് ഒത്തിരി 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 ഹെൽപ്പ് ചെയ്തു. സോ ഇഫ് ദർ ഈസ് എനി സ്ട്രെസ് ഓൾസോ ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. ബട്ട് ഈ നമ്മളെപ്പോഴും ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന സമയത്തും നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്ന സമയത്തും ദാറ്റ് ഗുഡ് തിങ് ദാറ്റ് യു ഡിഡ് ദാറ്റ് ഡേ ഓർ ദാറ്റ് ഗുഡ് തിങ് ദാറ്റ് ഹാപ്പൻ ടു യു, ആ ഒരു ഗുഡ് ഫീലിംഗ് ദാറ്റ് ഹാപ്പൻ ടു യു ദാറ്റ് ഡേ, ദാറ്റ്സ് ഇനഫ്. അത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര 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 വലുതാണ്. സോ ട്രൈ ടു സീ ഇറ്റ്. സോ ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ, if you are feeling sad or low, start journaling, start writing it down. So after few days you're gonna feel way much better. Okay, it is magical. So just try it out. So through this video, all I want to tell you guys is that small step at time. So നമ്മൾ എടുക്കുന്ന ചെറിയ 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 സ്റ്റെപ്പുകളാണ് നാളെ നമുക്കൊരു ഇച്ചിരി ആണെങ്കിലും നമുക്കൊരു ഹാപ്പിനെസ് തരാൻ പോകുന്നത്. ഐ എം നോട്ട് സെയിങ് യു വിൽ ഹാവ് എ ബിഗ് ഇമ്പാക്ട്, ബട്ട് യു വിൽ ഹാവ് എ സ്മോളർ ഇമ്പാക്ട്. ആ ഇമ്പാക്റ്റ് തന്നെ ഭയങ്കര അടിപൊളിയാണ്. ദാറ്റ് ഈസ് ഇനഫ്. സോ ഇഫ് യു ആർ somebody like you want to change, you want to have discipline, you want to have focus, if you want to be more energized, change your life, change your pattern, change your lifestyle, change the way you see your life. Because നമുക്ക് ആകെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറച്ചാണല്ലോ. അപ്പം നമ്മളത് ചുമ്മാ കൊണ്ടുപോയി വേസ്റ്റ് ചെയ്യാതെ, at the same time I'm not asking you to do a bigger thing, be focused, be goal oriented, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. have this little change in your life, so life will be very beautiful tomorrow, and life will be very lighter tomorrow, life will be very calmer tomorrow. So just enjoy.